ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ആര് എങ്ങനെ ചെയ്തപ്പോൾ? അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ആരാണ് അവർ? അവർ എന്ത് ചെയ്തപ്പോഴാണ് പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടത്? പത്രോസും കൂടെയുള്ള കൂട്ടാളികളുമാണ് അവര്. എങ്ങനെ ചെയ്തപ്പോഴാണ് പെരുത്ത മീൻകൂട്ടം വന്നത്? അവർ യേശു പറഞ്ഞത് അനുസരിച്ചപ്പോൾ. അതെ, യേശു പറഞ്ഞത് അനുസരിച്ചാൽ അവിടെ ഒരു നന്മയുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ഒരുപക്ഷെ ഒരു ആത്മീയ നന്മയാകാം, ഒരു ഭൗതിക നന്മയാകാം, ഒരു രോഗസൗഖ്യമാകാം, ഒരു കടബാധ്യത മാറുന്നതാകാം, കുടുംബ സമാധാനമാകാം, അല്ലെങ്കിൽ ടെൻഷൻ മാറുന്നതാകാം, വലിയ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതാകാം, മക്കൾ വഴിതെറ്റി നടക്കുന്ന അവസ്ഥയിൽ നിന്നും അവർ നേർപാതയിലേക്ക് വരുന്നതാകാം. ഇങ്ങനെ 100 കാര്യങ്ങൾ ഇല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 100 ആവശ്യങ്ങളുണ്ട്, 100 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കളെ എത്രയോ പേരാണ് വിളിക്കുന്നത്. വ്യക്തിപരമായി എന്നെ എത്രയോ പേര് വിളിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ വിളിക്കുന്നു. ഒരാളുടെ വിഷയമല്ല മറ്റൊരാളുടേത്. ഞാൻ ഓർക്കും, ഇങ്ങനെയുണ്ടോ മനുഷ്യന് വിഷയങ്ങൾ? വലഞ്ഞു കഴിയുന്ന കുടുംബങ്ങൾ, തകർന്നു കഴിയുന്ന മനുഷ്യജീവിതങ്ങൾ. എല്ലാത്തിനും പരിഹാരം എവിടെയുണ്ട്? യേശുവിൻ്റെ സന്നിധിയിലുണ്ട്. കർത്താവിന് സ്തോത്രം. അവിടെ അവർ അങ്ങനെ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തു? യേശു പറഞ്ഞു. എന്ത് പറഞ്ഞു? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. അതൊരു വചനമാണ്. യേശുവിൻ്റെ നാവിൽ നിന്നും എന്ത് പുറപ്പെടുന്നുവോ അത് നാം അനുസരിക്കണം. അപ്പോൾ അന്നേരം ശീമോൻ പത്രോസ് ഗലീല കടലിനെ കുറിച്ചൊക്കെ നല്ല അറിവും, ഈ ഗന്നേസരത്ത് തടാകത്തെക്കുറിച്ച്, ഇതെല്ലാം ഒരേ ആ ഒരു കടലിൻ്റെ പേരാണത്. ഗന്നേസരത്ത് തടാകം, ഗലീല കടല്, അങ്ങനെ പല പേരുകളുണ്ട്. കർത്താവിന് സ്തോത്രം. പോകട്ടെ, യേശു എന്തു പറയുന്നുവോ അതനുസരിക്കുക. അപ്പോൾ പത്രോസ് പറയുകയാണ്, എനിക്കോ? ഞാൻ ജനിച്ച കാലം മുതൽ അറിയാവുന്ന കടലല്ലേ ഇത്. ഈ സമുദ്രത്തെക്കുറിച്ച്, ഈ ഗലീല കടലിനെ കുറിച്ച് എനിക്കറിയാമല്ലോ. യേശുവിനെ അറിയാവുന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമല്ലോ എന്ന് പത്രോസ് ചിന്തിച്ചില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ വചനം പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. യേശുവിൻ്റെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലും വലിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. സ്തോത്രം. എൻ്റെ പ്രിയരെ, വളരെ ലളിതമാണ് യേശുവിൻ്റെ വചനങ്ങൾ. ആർക്കും അനുസരിക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികൾക്ക് പോലും അനുസരിക്കാവുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വളരെ ലളിതവും എന്നാൽ വളരെ ആഴമുള്ളതും വളരെ അർത്ഥമുള്ളതും എന്നാൽ ആർക്കും മനസ്സിലാകുവാൻ തക്കവണ്ണമാണ് കർത്താവ് സംസാരിക്കാറ്. മിക്കവാറും നമ്മുടെ യേശു ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. എന്തിനാണ് അങ്ങനെ? ഉപമകൾ സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില സംഭവങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു സംസാരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകണം. ലളിതമായ സുവിശേഷ പ്രസംഗങ്ങൾ, ലളിതമായ വചന ശുശ്രൂഷകൾ, അതാണ് കർത്താവിൻ്റെ ശൈലി. അതായിരുന്നു. ഉപമകൾ കൂടാതെ അവൻ ഒന്നും പറഞ്ഞില്ല എന്ന് തിരുവചനത്തിൽ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. പോകട്ടെ, ശീമോൻ പത്രോസ് പറഞ്ഞില്ല, കർത്താവേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നോ, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലേ? അതൊന്നും പറഞ്ഞില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഒന്നും യേശുവിന് വേണ്ട. ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം താഴെ വെച്ചിട്ട് നമ്മുടെ ആത്മീയ പാരമ്പര്യങ്ങളും നമ്മുടെ കുടുംബ മഹിമകളും നമ്മുടേതായ അറിവുകളും നമ്മുടെ ഡിഗ്രികളും നമ്മുടേതായ ശാസ്ത്രത്തെക്കുറിച്ചുള്ളതായ ചില അറിവുകളും എല്ലാം താഴെ വെച്ചിട്ട് നാം യേശു പറയുന്നത് അനുസരിക്കാമോ? യേശു പറഞ്ഞത് അനുസരിച്ചാൽ അവിടെ വിജയമുണ്ട്. ഏത് പരാജയപ്പെട്ട് കിടക്കുന്നവനും, ഇതുവരെയുള്ള ജീവിതം മുഴുവൻ പരാജയമായിരുന്നുവെങ്കിലും ഇനിയൊന്ന് യേശു പറയുന്നത് അനുസരിച്ച് നോക്കും. അങ്ങനെ പ്രിയമളെ ഒന്ന് അനുസരിച്ച് നോക്ക്. ഭാഗികമായിട്ടല്ല, സമ്പൂർണമായി. അനുസരണം സമ്പൂർണ്ണമാകണം. യേശു ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരണം. നേരെ പറയാൻ പറഞ്ഞാൽ വളഞ്ഞു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള വളവും പുളവും എല്ലാം കളഞ്ഞിട്ട്
ഒന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായി എൻ്റെ കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു എന്ന് അനുസരിച്ച് നോക്ക്. എപ്പേർപ്പെട്ടവർക്കും അനുസരിക്കാനുള്ള തിരുവചനം ഈ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു അപ്പൻ എങ്ങനെയായിരിക്കണം, ഒരു മകൻ എങ്ങനെയായിരിക്കണം, ഒരു ജോലിക്കാരൻ എങ്ങനെയായിരിക്കണം, ഒരു യജമാനൻ എങ്ങനെയായിരിക്കണം, ഒരു ദൈവവേലക്കാരൻ എങ്ങനെയായിരിക്കണം, ഒരു വൃദ്ധൻ എങ്ങനെയായിരിക്കണം, ഒരു കുട്ടി എങ്ങനെയായിരിക്കണം, എല്ലാം ഉണ്ട് വചനത്തിൽ. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ. നാം അത് അനുസരിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചേ. അനുസരിക്കാറുണ്ടോ? നാം ചെകഞ്ഞു നോക്കിയാൽ മനസ്സിലാകും പല അനുഗ്രഹങ്ങളും തടയുന്നത് നമ്മുടെ അനുസരണക്കേട് കൊണ്ടാണ്. ഭാര്യമാരോട് പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ ഭയപ്പെടുവീൻ എന്ന് വെച്ചാൽ ബഹുമാനിപ്പീൻ. ചെയ്യുന്നുണ്ടോ? സഹോദരിമാരെ ഒന്ന് ചിന്തിക്കേ. ചില അനുഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം ഈ അനുസരണക്കേടും കീഴ്പ്പെടാത്ത സ്വഭാവവും ഈ ഭർത്താവിനെ ബഹുമാനിക്കാത്ത ചില സ്വഭാവവും അല്ലേ മകളെ? ഒന്ന് ചിന്തിക്ക്. പ്രിയ സഹോദരങ്ങളെ, ഭർത്താക്കന്മാരോട് ദൈവം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പീൻ, നിങ്ങൾ കരുതുവീൻ, നിങ്ങൾ ബഹുമാനിപ്പീൻ. കരുതണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. മകനെ, നിന്റെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഇതല്ലേ? ഈ വചനം അനുസരിക്കാത്തതുകൊണ്ടല്ലേ? അനുസരിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബം സ്വർഗമാകും. സ്തോത്രം, കർത്താവിന് സ്തോത്രം. കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം കൃപയാൽ, കേമൊന്നുമല്ല, പോഴ്ചയൊന്നും പറയുകയല്ല, കൃപയാൽ ഈ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് കൃപ തന്നു. തികഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ കർത്താവിന് സ്തോത്രം. ഈ വചനപ്രകാരം ജീവിപ്പാൻ കഴിഞ്ഞ 31 വർഷത്തോളമായി ഞങ്ങൾ സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കാരണം ഈ വചനമാണ്. വചനം. സ്തോത്രം. യൗവനക്കാരോട് പറയുന്നു, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്ക്. നീ മോനെ സൃഷ്ടാവിനെ ഓർക്കാതെ നീ ബോയ് ഫ്രണ്ടിനെ കുറിച്ചും ഗേൾ ഫ്രണ്ടിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും ഈ ലോകത്തിൻ്റെ ഉന്നത ഭാവത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും മാത്രം ചിന്തിച്ചു നടന്നാൽ നിന്റെ ജീവിതം ധന്യമാകുകയില്ല. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നാണ് വചനം. മക്കൾക്കുള്ള വചനം എന്താണ്? മക്കളെ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായി നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടി ആദികൽപ്പനയാകുന്നു. വചനമാണത്. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. വാഗ്ദത്തത്തോടുകൂടി ആദികൽപ്പനയാണ്. കർത്താവിന് സ്തുതി. 87 വയസ്സായി എൻ്റെ പിതാവിന്, 85 വയസ്സായി അമ്മയ്ക്ക്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു. അവർക്ക് ഏറ്റവും നല്ലത് ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ ഭാര്യ സാലി എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യം വളരെ ശ്രദ്ധിക്കുന്നു. ഒരു മരുമകളെ പോലെയല്ല, സ്വന്തം മോളെ പോലെ ശ്രദ്ധിക്കുന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവനാമോത്തപ്പെട്ടെ. എന്തിന്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോനും, MBBS കഴിഞ്ഞാൽ നടുവിലത്തെ മോനും, MBBS അവസരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇളയ മോനും എൻ്റെ മാതാപിതാക്കളെ കരുതുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. മാതാപിതാക്കളുടെ നഖം വെട്ടിക്കൊടുക്കും, മുടി ചീകിക്കൊടുക്കും, മൂക്കിൽ നിന്ന് രോമങ്ങൾ അത് കട്ട് ചെയ്ത് കൊടുക്കും, മുടി വെട്ടിക്കൊടുക്കും. അങ്ങനെ എന്തൊരു സ്നേഹം! കർത്താവിന് സ്തോത്രം. ഇതല്ലേ സ്വർഗീയ കുടുംബം പ്രിയരെ? കുറെ രൂപയുണ്ടായാലൊന്നും കുടുംബം സ്വർഗമാകുകയില്ല. അങ്ങനെ കുടുംബത്തിൽ യേശു വരണം. യേശു വന്നാൽ അവിടെ ഐക്യമുണ്ട്, യേശു വന്നാൽ അവിടെ സമാധാനമുണ്ട്, യേശു വന്നാൽ സ്വസ്ഥതയുണ്ട്. അങ്ങനെ യേശു വരിക. മാതാപിതാക്കളെ, നിങ്ങൾ എങ്ങനെ മക്കളെ വളർത്തണം? കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. കുഞ്ഞുങ്ങളെ ഒരിക്കൽ പോലും തല്ലാത്ത മാതാപിതാക്കളുണ്ട്. ഞാൻ പറയാം, അത് വലിയ അബദ്ധമാണ്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ തല്ലരുത്. മാതാപിതാക്കൾ സ്വന്തം മക്കളായി കഴിയുമ്പോൾ നാട്ടുകാരുടെ മക്കളെ തല്ലിക്കോ എന്ന് പറയും. സ്വന്തം മക്കൾ വരുമ്പോൾ, അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം? മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, വേണമെങ്കിൽ അവരെ ശിക്ഷിക്കണം. ഇന്നത്തെ ശാസ്ത്രലോകം ഒരുപക്ഷെ അവർ പറയും, അയ്യോ തല്ലിയ ബുദ്ധി പോകുമെന്ന്. ദൈവത്തിന്റെ വചനം എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ബാലനെ വടി കൊണ്ട് തല്ലിയാൽ അവൻ ചത്തുപോവുകയില്ല. ഞാൻ പറയട്ടെ, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെ വളർത്തി. ഒരു 99% ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തെറ്റുകൾ വന്നപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി മുട്ടുമേൽ മാതാപിതാക്കളായി ഞങ്ങളും കുഞ്ഞുങ്ങളും ഇരുന്ന് ആ കുഞ്ഞുങ്ങളെ തെറ്റ് ബോധം വരുത്തി അവർക്ക് പറഞ്ഞു കൊടുത്ത് ശാന്തമായി കോപം ഒന്നും വരാതെ ആ കുഞ്ഞുങ്ങളെ ചെറുതായി തല്ലിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ,
അതെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് നന്മയായി തീർന്നത് ഞങ്ങൾ ഇന്ന് കാണുന്നു. കർത്താവിന്റെ സ്തോത്രം. കുഞ്ഞുങ്ങളെ വെറുതെ കോപത്തിൽ തല്ലരുത്, കോപം കൊണ്ട് കൈ കൊണ്ട് തല്ലരുത്. വളരെ വളരെ റയറായിട്ടേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. കർത്താവിന് കൃപയാൽ ചെറുപ്രായത്തിൽ, എൻ്റെ 19-ാമത്തെ വയസ്സിലും എൻ്റെ പ്രിയ ഭാര്യ 20-ാമത്തെ വയസ്സിലും ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് കുടുംബജീവിതത്തിൽ എന്തെല്ലാം പാലിക്കണമെന്ന് കർത്താവ് കൃപയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഇത്രത്തോളമായി. എല്ലാം തികഞ്ഞൊന്നുമല്ല, എല്ലാം തികഞ്ഞൊന്നും അഭിമാനിക്കുന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ തുറകളിലും ജീവിക്കുന്നവര്, വേലക്കാരെ, ജോലിക്കാരെ പൂർണ്ണ ബഹുമാനത്തോടെ യജമാന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ ദൈവത്തിന്റെ വചനം പറയുന്നു. അനുസരിക്കണമെന്ന് പറയുന്നു. യജമാന്മാർക്ക് ദൈവത്തിന് വചനമുണ്ട്. യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനൻ ഉണ്ടെന്നറിഞ്ഞ് നിങ്ങളുടെ ദാസന്മാരോട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ കരുണയോടെ ഇടപെടണമെന്ന് എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, രാജാക്കന്മാർക്കുമുണ്ട് ദൈവത്തിന്റെ കൽപ്പന, പാവപ്പെട്ടവനുണ്ട് ദൈവത്തിന്റെ കൽപ്പന, ജോലിക്കാർക്കുണ്ട് ദൈവത്തിന്റെ കൽപ്പന. ഇതൊന്ന് അനുസരിച്ച് നോക്കൂ. ഇതനുസരിച്ചാൽ നന്മയാണ്, ഇതനുസരിച്ചാൽ അനുഗ്രഹമാണ്, ഇതനുസരിച്ചാൽ വിടുതലാണ്, അനുസരിച്ചാൽ സൗഖ്യമാണ്, ഇതനുസരിച്ചാൽ ഉയർച്ചയാണ്. താഴ്ച വരികയില്ല പ്രിയരെ. നമ്മെ കർത്താവ് ഉള്ളങ്കരങ്ങൾ വഹിക്കും. ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം അനുസരിച്ച് മീൻ പിടിക്കാൻ, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ കൂടെയുള്ളവരും പുറപ്പെട്ടു. അതെ, നാം ഒരു നന്മയ്ക്ക് ഇറങ്ങിയാൽ നമ്മുടെ കൂടെ കുറെ പേര് കാണും. കർത്താവിന് സ്തോത്രം. നന്മയ്ക്കിറങ്ങിയാൽ കുറെ പേര് കാണും, തിന്മയ്ക്കിറങ്ങിയാൽ കൂടുതൽ ആളുകൾ കാണും. അതുകൊണ്ട് മകനെ, നീ തിന്മയ്ക്ക് പോകരുത്. നന്മയിലേക്ക് നിന്നെ ലക്ഷ്യമിട്ട് ക്രിസ്തു പ്രസാദിക്കുന്ന വഴിയിലൂടെ നയിക്കുക. നിന്റെ കൂടെ കുറെ പേര്, നീ ഈ യേശുവിനെ അനുഗമിക്കാൻ നിന്റെ കൂടെ കുറെ പേര് കാണും. ആ ആത്മാക്കളെ ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ്. ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ശീമോൻ പത്രോസും കൂടെയുള്ളവരും അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു. വല കീറാറാകുവോളം വല നിറഞ്ഞ് മീൻകൂട്ടം. ഒരു പൊടിച്ച് മീൻ പോലും കിട്ടാത്ത പത്രോസിന്റെ വലയിൽ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന്റെ വലയിൽ പെരുത്ത മീൻകൂട്ടം. മകനെ, നീ ഇതുവരെ അധ്വാനിച്ചിട്ടും, നീ ഇതുവരെ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തത് നീ വചനമനുസരിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള സത്യം, ആ ദിവ്യ സന്ദേശം യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ. നമുക്ക് വചനമനുസരിക്കാം, ദൈവവചനപ്രകാരം ജീവിക്കാം, ദൈവവചനത്തിൽ അടിയുറച്ച് ജീവിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകൾക്ക് വിധേയപ്പെട്ട് നമുക്ക് കർത്താവിന്റെ കരത്തിന് കീഴിൽ താണിരിക്കാം. യേശു തക്ക സമയത്ത് നമ്മെ ഉയർത്തും. നിങ്ങളെ കർത്താവ് ആത്മീയമായും ഭൗതികമായും ഉയർത്തട്ടെ, വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിനെ നിങ്ങൾ അനുഭവിക്കൂ, നിങ്ങൾ രുചിച്ചറിയൂ. അതിന് കർത്താവ് ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.